ലംഘിച്ചത് പ്രാദേശിക സമഗ്രത. ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അംബാസഡർ അമീർ സയ്യിദ് ഇറവാനി അമേരിക്കയാണ് ഇരയല്ല ആക്രമണകാരിയെന്ന് പറയുന്നു. മുൻകൂർ പ്രകോപനമില്ലാതെ ഇസ്രായേലിനൊപ്പം 2 ആക്രമണ യുദ്ധങ്ങൾ ആരംഭിച്ചതിലൂടെ വാഷിംഗ്ടൺ UN ചാർട്ടറിന്റെ ഗുരുതരമായ ലംഘനങ്ങൾ നടത്തിയെന്ന് ഇറാന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ IRIB റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യമനിലെ ഹൂതി വിമതർ ഇറാനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന അമേരിക്കയുടെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് UN സെക്രട്ടറി ജനറലിനും UN സുരക്ഷാ കൗൺസിലിന്റെ റൊട്ടേഷൻ പ്രസിഡന്റിനും അയച്ച കത്തിൽ ഹൂതികൾ ഇറാനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന വാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് ഇറവാനി പറഞ്ഞു. സനായിലെ അധികാരികൾ യമൻ ജനതയുടെ ഒരു പ്രധാന ഭാഗത്തെ പ്രതിനിധീകരിക്കുകയും സ്വതന്ത്രമായും യമൻ ജനതയുടെ താൽപര്യങ്ങൾക്കനുസൃതമായും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രൂപ്പിന്റെ നടപടി ഇറാൻ നിർദ്ദേശിച്ചതായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും രാഷ്ട്രീയവുമായ പ്രേരിതവും യാതൊരു തെളിവുമില്ലാതെയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 ജൂലൈയിലെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ റൊട്ടേഷൻ പ്രസിഡന്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ് അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്നത്. അംബാസഡർ സെനോൺ മുഗോംഗോ എൻകെ ആണ്. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ് 14 പോയിന്റ് ധാരണാപത്രങ്ങൾ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന വാഷിംഗ്ടണിന്റെ വാദത്തെ ഇറാനിയൻ പ്രതിനിധി തള്ളിക്കളഞ്ഞു. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന US അവകാശവാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതവും തെളിവുകളില്ലാത്തതുമാണെന്ന് പറഞ്ഞു. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ ഇന്നുവരെ US തങ്ങളുടെ പ്രതിബദ്ധതകൾ നടപ്പിലാക്കാൻ നിരന്തരം വിസമ്മതിക്കുകയും ധാരണാപത്രത്തിന്റെ നടത്തിപ്പിനെ സജീവമായും ഉദ്ദേശത്തോടെയും ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ വ്യക്തതയും അടിസ്ഥാനപരവുമായ 42 ലംഘനങ്ങൾ അമേരിക്കൻ സർക്കാർ ഇറാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇറവാനി ചൂണ്ടിക്കാട്ടി. ടെഹ്റാന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഇറവാനി പറഞ്ഞു, അമേരിക്ക ഇരയല്ല ആക്രമണകാരിയാണെന്ന്. ഇസ്രായേൽ ഭരണകൂടവുമായി ചേർന്ന് മുൻകൂർ പ്രകോപനമില്ലാതെ 2 ആക്രമണ യുദ്ധങ്ങൾ ആരംഭിച്ചുകൊണ്ട് അവർ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ ഗുരുതരമായ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 2.4 പരാമർശിക്കുന്നതായിരുന്ന ഇറാനിയൻ അംബാസഡർ അമീർ സയ്യിദ് ഇറവാനി ആർട്ടിക്കിൾ 2 അംഗരാജ്യങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രതയ്ക്കോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരായി ബലപ്രയോഗം നടത്തുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ കർശനമായി വിലക്കുന്നു. അതേസമയം ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽ താവളത്തിൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടതിനു ശേഷം USന്റെ സഖ്യകക്ഷികളുടെ എണ്ണ വാതക കയറ്റുമതി റൂട്ടുകളും ലക്ഷ്യമിടുന്നതായി IRGC ചൊവ്വാഴ്ച മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ എണ്ണവാതക കയറ്റുമതി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ആർക്കും വേണ്ടിയല്ല എന്ന് പറഞ്ഞു. മുബാറക് യാ അലി ഇബ്നു അബി താലിബ് എന്ന രഹസ്യനാമമുള്ള ഓപ്പറേഷൻ നാസർ 2ന്റെ 5ാം തരംഗം നടത്തിയതായും ബഹ്റൈനിലെ US 5th ഫ്ലീറ്റ് ബേസിലെ NSI മാനേജ്മെന്റ് സെന്റർ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, സൈനിക ഭാഗങ്ങളും ഉപകരണങ്ങളും അടങ്ങിയ വലിയ വെയർഹൌസുകൾ, ഇന്ധന ടാങ്കുകൾ എന്നിവ തകർത്ത് നശിപ്പിച്ചതായും IRGC പ്രഖ്യാപനത്തിൽ പറയുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്ക തങ്ങളുടെ നാവികസേനയെ വിന്യസിച്ചതായും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അവകാശപ്പെടുന്നതായും പ്രസ്താവന ആരോപിച്ചു. വാഷിംഗ്ടൺ കപ്പലുകൾക്കുള്ള സമുദ്രപാതകൾ ഫലപ്രദമായി അടച്ചുവെന്നും മേഖലയിലെ എണ്ണയും വാതകവും ലോകത്തിന് നഷ്ടപ്പെടുത്തിയെന്നും ആരോപിച്ചു. മാത്രമല്ല, ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പോകുന്ന കപ്പലുകൾക്കെതിരെ US സൈന്യം നാവിക ഉപരോധം പുനരാരംഭിച്ച അതേ ദിവസമാണ് ആക്രമണം നടന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.